തെക്കൻ കേരളത്തിൽ KSRTCയുടെ പ്രധാനപ്പെട്ട വർക്ക് സ്റ്റേഷനിൽ ഒന്നാണ് പാപ്പനംകോട് സെൻട്രൽ വർക്ക്സ്. അറ്റകുറ്റപ്പണികൾക്കൊപ്പം ആനവണ്ടി പ്രേമികളുടെ പഠനശാല കൂടിയാണ് ഈ സ്ഥാപനം. നിങ്ങളെങ്ങാണ് അതുവഴി പോയിട്ടുണ്ട്? പാപ്പനംകോട്ടെ വഴി ഒരുപാട് കാലമായിട്ടുണ്ട്. ഇവിടുത്തെ പ്രവർത്തന രീതിയും സാങ്കേതിക വിദ്യകളും എങ്ങനെയാണെന്നൊന്ന് കാണണ്ടേ? തിരുവനന്തപുരം കനകക്കുന്നിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മനസ്സിൽ വിരിഞ്ഞൊരാശയം. പാപ്പനംകോട് സെൻട്രൽ വർക്ക് സ്റ്റേഷനെ KSRTCയും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന പ്രദർശനമേളയിൽ അതേപടി പുനരാവിഷ്കരിച്ചു. എല്ലാവിധ സാങ്കേതിക വിദ്യകളും സ്റ്റാളിലൂടെ വാഹനപ്രേമികൾക്ക് മനസ്സിലാക്കാൻ സുവർണ അവസരം. ഒരു വയർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് എവിടെ അവസാനിക്കുന്നത്, ഇലക്ട്രിക് കറണ്ട് എങ്ങോട്ടൊക്കെയാണ് ഒഴുകി പോകുന്നതെന്ന് വ്യക്തമായി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഡെമോയാണിത്. ഒരു വണ്ടിയുടെ വയറിംഗ് സിസ്റ്റം എന്താണെന്ന്, അതേ ഒരു അപകടം പറ്റിയാൽ എന്തൊക്കെ ചെയ്യണം, ഒരു കട്ട് ഓഫ്, ഇത് ബാറ്ററിയുടെ മെയിൻ കട്ട് ഓഫ് സ്വിച്ചാണ്. അപ്പോൾ ഈ കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. KSRTC വലിയ മുതൽ മുടക്കിൽ വാങ്ങുന്ന യന്ത്രഭാഗങ്ങൾ ചിലവ് കുറച്ച് ജീവനക്കാർ തന്നെ സ്വയം രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. യന്ത്രഭാഗങ്ങളും പ്രവർത്തന രീതിയും കനകക്കുന്നിലെ പ്രദർശനവേദിയിലെ കൗതുകമാണ്. മൾട്ടി പർപ്പസ് ഗിയർ ബോക്സ് ലിഫ്റ്ററാണ് ഇത്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. മൾട്ടി ഫംഗ്ഷനിലാണ് ഇത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം റൈറ്റും ലെഫ്റ്റും ഇത് ട്വിസ്റ്റ് ചെയ്യാനും പറ്റും. അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് KSRTCക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ 5.25 ലക്ഷം രൂപ വിലയാകുമെന്ന് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് അറിയാൻ സാധിച്ചു. ആയതിനാൽ നമ്മളിത് എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്തുകൂടാന്ന് ഒരു ഐഡിയ തോന്നി. അതിൻ്റെ ഇൻസ്പിറേഷൻ്റെ പുറത്ത് ഇത് ഡെവലപ്പ് ചെയ്തെടുത്താണ്. നമുക്കിത് ഒരു 37,000 രൂപയായിട്ടുണ്ട്. വാഹനങ്ങളോടും ആനവണ്ടികളോടും കമ്പമുള്ള കൊച്ചുമിടുക്കർ വരെ ഈ അതിനൂതന സാങ്കേതിക വിദ്യകൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. ബസ്സിൻ്റെ എഞ്ചിനൊക്കെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പമ്പാണ്. ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് പൊങ്ങി വരും. എന്നിട്ട് നട്ട് ലൂസ് ചെയ്യുമ്പോൾ ഇത് താന്നു വരും. ഇത് 6 സിലിണ്ടർ എഞ്ചിൻ. അത് 6 ടണ്ണ് പൊക്കുന്ന ഗിയർ ബോക്സ് പൊക്കുന്നത്. അത് രണ്ട് മാത്രമേ കണ്ടോളൂ. ഇത് സ്റ്റിയറിങ്, അതിൻ്റെ വീല് കുറച്ചേ പറഞ്ഞു തന്നോളൂ. KSRTCയുടെ ആധുനികവൽക്കരണത്തിനടിത്തറയിട്ട പല ആശയങ്ങളും ഈ ജീവനക്കാരിൽ പലരുടെയും സംഭാവനകളാണ്. എന്നാൽ ആനവണ്ടി യാത്ര പോലെ ഈ സാങ്കേതിക വിദ്യകളൊന്നും അത്ര എളുപ്പമല്ലെന്ന് മാത്രം. 24 തിരുവനന്തപുരം.